ജീവിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ റീത്ത് വെക്കൂല. അപ്പം മന്ത്രി മരിച്ചു. അപ്പം മരിച്ചു എന്ന ഒരു പ്രതീതിയും സന്ദേശവും ഉണ്ടാക്കിയവർക്ക് മന്ത്രിയെ കൊല്ലണം. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവിനടക്കം പോയി റീത്ത് വെക്കാം. അപ്പോൾ ഇതൊരു വധശ്രമമാണ്, ആസൂത്രിതമായ വധശ്രമമാണ്. KSUവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് നേരത്തെ കണ്ണൂർ ജില്ലയിൽ നവകേരള മാർച്ചിൻ്റെ പ്രചരണ ബോർഡുകൾ മുഴുവൻ ജനങ്ങൾ കാണെ നശിപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പമുള്ളവർ ചാവേറുകളായി എന്തിനും പോരുന്ന വിധത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മറ്റൊരു ന്യായം കൊണ്ടും മറച്ചു വെക്കാൻ കഴിയില്ല. തീർച്ചയായും ഉണ്ട്. കാരണം നമ്മുടെ നാട് സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയാണ്. 10 വർഷമായി വർഗീയ കലാപങ്ങൾ പോലുമില്ല. മനുഷ്യൻ സൗഹൃദത്തോടുകൂടി ഇവിടെ ജീവിക്കുകയാണ്. ഈ കലാപാന്തരീക്ഷം തകർക്കണം, പ്രകോപനമുണ്ടാക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ അണികളെ ഇളക്കി വിടുന്നത്. പ്രതിഷേധിക്കാനല്ല, അക്രമം നടത്താനാണ്, കലാപം നടത്താനാണ് അണികളെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഇറക്കി വിടുന്നത്. ഇന്നലെ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ സുധാകരൻ കാട്ടിയതും അതുതന്നെയാണ്. സുധാകരൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാർക്കും മറ്റും എതിരായി അസഭ്യം പറയുന്നതിൽ PhD നേടിയ ആളാണ്. പക്ഷെ അദ്ദേഹം നടത്തിയത്, അദ്ദേഹം ആസൂത്രണം ചെയ്ത് അയച്ച ആളുകൾ പോലീസിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് അവരെ രക്ഷിക്കാനാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന തന്നെയുണ്ട്. മന്ത്രിയെ വധിക്കാനാണ് പരിശ്രമിച്ചത്. അത് വിഷ്വലിൽ നിന്ന് വ്യക്തമാണ്. രാവിലെ 10 മണി മുതൽ വീടുകളിൽ 7ഓളം സുരക്ഷാ വീഴ്ച പരിശോധിക്കേണ്ടതാണ് ഇതിൽ പോലീസിന്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ക്യാമറ, ഇവിടുന്ന് ഒരാൾ പാഞ്ഞു വരുന്നു, എന്നെ അടിക്കുന്നു, അത് നിങ്ങളെ വീഴ്ച അല്ല. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വെച്ചാണ് വെടിവെച്ചിരുന്നത്. ഇത് സുരക്ഷാ വീഴ്ചയല്ല, കലാപകാരികൾ ആസൂത്രിത അല്ല, സുരക്ഷാ വീഴ്ച. UDF നേതാക്കൾ പറയുന്നതാണ് നാടകമെന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് കറുത്ത തുണി മന്ത്രിയുടെ വലതുഭാഗത്തെ കഴുത്തിൻ്റെ അടുക്ക് എത്തിയിരിക്കുക. ഇതാ കണ്ടല്ലോ, ഇതാ പോലീസിനും മന്ത്രിയുടെ അടുത്തും അത് ഒരു വെള്ള ഷർട്ടിട്ട ആളാണ് ഓടി വരുന്നത്. അപ്പോൾ ഇതൊരു ആസൂത്രിതമായ പരിപാടിയാണ്. എൻട്രൻസിൽ വെച്ച് മന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ 3-ാം പ്ലാറ്റ്ഫോമിൽ വെച്ച് മന്ത്രിയെ പിടിക്കണം. മന്ത്രി എവിടെ പോകുന്ന സമയത്ത് പിടിക്കണം. ഇനി അതുമല്ല, മുമ്പ് വിമാനത്തിൽ കയറി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട ക്രിമിനൽ സെറ്റാണ് ഇവർ എന്നതുകൊണ്ട് മന്ത്രി വന്ദേ ഭാരതിൽ കയറുകയാണെങ്കിൽ വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്ത് ഈ ക്രിമിനൽ സംഘത്തിൽ ഏതാനും ചില ആളുകൾ പിന്തുടരും. കാരണം രാവിലെ മുതൽ താങ്കൾ പറഞ്ഞതുപോലെ മന്ത്രിയെ വധിക്കാൻ കഴിയണമെന്നുള്ള ഗൂഢ ഉദ്ദേശമാണ് ഈ ക്രിമിനലുകൾ. ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഏറ്റവും വലിയ മന്ത്രിയെ കൊല്ലാൻ നൂറുകണക്കിന് പോലീസുകാരുടെ മുമ്പിൽ ഒറ്റയൊരാൾ വിചാരിച്ചാൽ സാധിക്കും. മുമ്പ് തലശ്ശേരി റെസ്റ്റ് ഹൗസിൽ എല്ലാ സംവിധാനത്തിനും ഇടയിലായിരുന്നു ഒരു മന്ത്രിക്കെതിരായി ആക്രമണം നടന്നത്. എത്രയെത്ര സംഭവങ്ങൾ അല്ല, അതിപ്പോഴുമുണ്ട്. ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങളുടെ പിന്നിലുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് പോയവരുടെ ലക്ഷ്യം എന്താ? മന്ത്രിയെ വധിക്കണം. ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മാലയിട്ട് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കളുണ്ട്. അതാണ് ഇവിടെയുള്ള പ്രേരണ. കോൺഗ്രസ് ഓഫീസുകൾക്ക് പ്രാദേശികമായിട്ട് അത് മുടിയേരിയിലുണ്ടായി, പിന്നെ മാലൂരുണ്ടായി, അങ്ങനെ 2-3 സ്ഥലത്ത് കോൺഗ്രസ് ഓഫീസുകൾക്ക് അക്രമം ഉണ്ടാവുകയാണ്. ഇതൊരു നേരത്തെ ഗുണ്ടായിസം കൊണ്ട് നേരിടുന്ന ഒരു പ്രസ്താവനയുമല്ല. അല്ല, ഇതിലൊന്നും നമ്മൾ
ഒരു ആസൂത്രിതമായ സംഗതിയാണെന്ന് പറയാൻ കഴിയില്ല. ഒരു മന്ത്രിയെ കൊല്ലാൻ നോക്കുന്നു, മന്ത്രിയെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ക്രിമിനലുകൾ KSUവിൻ്റെ നേതൃത്വത്തിൽ അക്രമം കാട്ടുന്നു. അതിനെ തുറന്ന് ചില പ്രതിഷേധം ഉയർന്നു വന്നതാണ്. ആ പ്രതിഷേധ പരിപാടികൾ മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതുപോലെ അരുതാത്തതാണ്. പ്രകോപനം ഉണ്ടാക്കലാണ് കലാപകാരികളുടെ ലക്ഷ്യം. ആ പ്രകോപനങ്ങളിൽ നമ്മളാരും കുടുങ്ങിപ്പോകാൻ പാടില്ല. CPM പ്രവർത്തകരും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരും കുടുങ്ങിപ്പോകാൻ പാടില്ല. ആത്മസംയമനം പാലിക്കണം. മന്ത്രിയെ വധിക്കാനാണ് അവരുടെ പരിപാടിയെന്ന് ഇപ്പോൾ വ്യക്തമായി. എങ്കിൽ പോലും ആത്മസംയമനം പാലിക്കണം. അതോടൊപ്പം ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണം.